നമുക്കപ്പോൾ അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് വേരിയബിൾസ് എന്നാണ്. ഓക്കെ, വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഡെഫിനിഷൻ നമുക്ക് പറയാം. ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൊക്കേഷനാണ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എക്സ് ഈക്വൽ 3 ആൻഡ് വൈ ഈക്വൽ 4, ഇസഡ് ഈക്വൽസ് എക്സ് പ്ലസ് വൈ. അപ്പോൾ ഇസഡിലത്തെ ആൻസർ എന്തായിരിക്കും? എക്സിൽ 3 എന്ന് പറഞ്ഞ വാല്യൂ ആണ്, വൈയിൽ 4 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. ഇസഡിൽ എന്താ? എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ എന്ന് വെച്ചാൽ 3 + 4 അപ്പോൾ 7. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഡാറ്റ? 3 എന്ന് പറയുന്നതാണ് ഡാറ്റ. ഓക്കെ, ആൻഡ് എക്സും വൈയും എന്താണ്? വേരിയബിൾസ് ആണ്. ഈ 3ഉം 4ഉം എന്ന് പറഞ്ഞ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 2 വേരിയബിൾസ്. ഓക്കെ, അപ്പോൾ ഇസഡും ഒരു വേരിയബിളാണ്. അപ്പോൾ വേരിയബിൾ എന്താണ് എന്നുള്ളൊരു ഏകദേശം ഐഡിയ കിട്ടിയില്ലേ? ഇനി മനസ്സിലാവാത്തവർക്ക് നമുക്ക് കുറച്ച് ബോക്സുകൾ അസ്യൂം ചെയ്യാം. ഓക്കെ, കുറച്ച് ബോക്സുകൾ എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ ഓരോ ബോക്സിലും ഓരോ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഈ ബോക്സ് എന്ന് പറയുന്നത് എന്താ? ഒരു ലൊക്കേഷൻ, നമുക്ക് കുറച്ച് സാധനങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലൊക്കേഷൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണ് നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ എടുത്ത് വെച്ചേക്കാം. അതാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുക. അപ്പോൾ ഫസ്റ്റ് ബോക്സിൽ ഞാൻ 30 എന്ന് പറഞ്ഞ ഡാറ്റയാണ്. സെക്കൻഡ് ബോക്സിൽ ഞാൻ ഹായ് എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റയാണ്. തേർഡ് ബോക്സിൽ ഞാൻ 50 എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റയാണ്. അപ്പോൾ എനിക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബോക്സ് യൂസ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ അതേപോലെയാണ് ഈ വേരിയബിൾസ്. എനിക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലൊക്കേഷനാണ് വേരിയബിൾ എന്ന് പറയാം. ഓക്കെ, ഇനി ആ വേരിയബിൾ നമ്മൾ കോഡിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്, അല്ലെങ്കിൽ സിൻറ്റാക്സ് എന്ന് പറയാം. ആദ്യം ആ വേരിയബിളിനുള്ളിൽ നമ്മൾ എന്ത് ഡാറ്റയാണ് കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ 1 2 3 4 അങ്ങനെ കൗണ്ട് ചെയ്യുന്ന നമ്പേഴ്സ്, ആ നമ്പേഴ്സ് നമ്മൾ പറയുന്ന പേരാണ് ഇൻറ്റീജർ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇൻറ്റീജർ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വേരിയബിൾ ആയിരിക്കാം. അതല്ലെങ്കിൽ നമുക്ക് പോയിൻ്റ് വരുന്ന നമ്പേഴ്സ്, ഇപ്പോൾ 1.2 5.3 അങ്ങനെ പോയിൻ്റ് വരുന്ന നമ്പേഴ്സ്, അങ്ങനത്തെ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് വേരിയബിൾസ് യൂസ് ചെയ്യും. ഓക്കെ, ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതേപോലെ ഡെസിമൽ നമ്പേഴ്സ് അല്ലെങ്കിൽ 0.2 5.2 പോയിൻ്റ് വരുന്ന നമ്പേഴ്സ് അതിൽ സ്റ്റോർ ചെയ്യാം. ആൻഡ് നമുക്കിപ്പോൾ ക്യാരക്ടേഴ്സ് ലൈക്ക് ആൽഫബറ്റ്സ് സ്റ്റോർ ചെയ്യണം, അതായത് നമ്മുടെ പേരിൻ്റെ അക്ഷരങ്ങൾ ABCD. അപ്പോൾ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ പല ടൈപ്പ് വേരിയബിൾ ഉണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേരിയബിൾ ഡിക്ലറേഷൻ എന്താണെന്ന് നോക്കാം. വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വേരിയബിൾ എടുക്കണം. ഓക്കെ, ആ വേരിയബിളിൽ പക്ഷേ എന്ത് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ആദ്യമേ പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ എനിക്ക് ഇൻറ്റീജർ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേരിയബിൾ എടുക്കാൻ പോവാണ്. ഇൻറ്റീജർ ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കൗണ്ട് ചെയ്യുന്ന 1 2 3 4 അങ്ങനത്തെ നമ്പേഴ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കീവേഡാണ് ഇൻറ്റ്. ഓക്കെ, അപ്പോൾ ഇൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റീജറിൻ്റെ ഷോർട്ട് ഫോമാണ്. ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ വേരിയബിളിൻ്റെ നെയിം നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഓക്കെ, പക്ഷേ ആ പേര് കൊടുക്കണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ആ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ സ്മോൾ ലെറ്റർ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ, അതല്ലെങ്കിൽ അണ്ടർസ്കോർ, അങ്ങനെയുള്ള പേരുകളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് പിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിൾ, അപ്പോൾ പിൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അണ്ടർസ്കോർ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ എങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല? ഫ്രണ്ടിൽ നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 പിൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാം? പിൻ 5 ഇങ്ങനെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കണ്ടീഷൻ. പിന്നെ നമുക്ക് സ്പെഷ്യൽ സിമ്പിൾസ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. സ്റ്റാർ, ആംപർസെൻറ്റ്, പെർസെൻറ്റേജ് സിമ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ, ആ സിമ്പിൾസ് ഒന്നും വേരിയബിൾസിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മൾ ഈ വേരിയബിൾ ഇഷ്ടമുള്ള പേര് കൊടുക്കുക, പിൻ കൊടുത്തു, അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ അതിൽ സ്റ്റോർ ചെയ്യാൻ പോകുന്ന ഡാറ്റ എന്ത് ടൈപ്പ് ഡാറ്റ എന്ന് പറയുക. ഓക്കെ, എന്നിട്ട് സെമിക്കോളൻ ഇട്ടാൽ വേരിയബിൾ ഡിക്ലറേഷനായി. ഓക്കെ, ഇനി വേരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേരിയബിളിൽ പിൻ ഒരു വാല്യൂ കൊടുക്കാൻ പോവാണ് 13. ഓക്കെ, സെമിക്കോളൻ. ഇതിനാണ് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുക. അപ്പോൾ ഈ മുകളിൽ കണ്ടത് ഡിക്ലറേഷൻ, ഇവിടെ ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരു വാല്യൂ കൊടുക്കുന്നു. ഓക്കെ, ഇനി ഈ ഡിക്ലറേഷൻ പ്ലസ് ഇനീഷ്യലൈസേഷൻ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ഇൻറ്റ് പിൻ ഈക്വൽ 13. ഓക്കെ, അപ്പോൾ ഇതിനാണ് നമ്മൾ ഇനീഷ്യലൈസേഷൻ പ്ലസ് ഡിക്ലറേഷൻ എന്ന് പറയാം. ഇവിടെ ഇനീഷ്യലൈസേഷൻ ഉണ്ട്, ഡിക്ലറേഷൻ ഉണ്ട്. ഇനി എനിക്ക് ഇഷ്ടമുള്ള വേരിയബിൾസ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് എക്സ് ഈക്വൽ 5, y ഈക്വൽ 3. ഓക്കെ, ആൻഡ് ഇവിടെ നോക്കാം. ഇസഡിൽ എന്താണുള്ളത്? എക്സ് പ്ലസ് വൈ ആണ്. എക്സിൽ എന്താണുള്ളത്? 5, വൈയിൽ എന്താണുള്ളത്? 3. അപ്പോൾ നമുക്ക് ഇസഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 3
5 + 3 എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ അപ്പോൾ ഇതേപോലെ നമുക്ക് പല സ്ഥലങ്ങളിൽ നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ LED ബ്ലിങ്ക് ചെയ്യാനുള്ളൊരു കോഡ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, 30 എന്ന് പറഞ്ഞിട്ട് നമ്മൾ 3 സ്ഥലത്ത് 13 യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. 30 എന്ന് പറഞ്ഞാൽ ആർഡിനോയിൽ 13ാമത്തെ പിൻ നമ്പറാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ 13ാമത്തെ പിൻ നമ്പർ മാറ്റി 12ാമത്തെ കൊടുക്കണം. 13 പെട്ടെന്ന് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ പിന്നെ മാറ്റി 12ലേക്ക് കൊടുക്കണം. അപ്പോൾ ഞാൻ എത്ര സ്ഥലത്ത് 13 മാറ്റേണ്ടി വരും? ഇവിടെ മാറ്റണം വേണ്ടേ, ആൻഡ് ഇവിടെ മാറ്റണം, ആൻഡ് ഇവിടെ മാറ്റണം. അപ്പോൾ ഇങ്ങനെ ഒരു 1000 ലൈനുള്ള കോഡാണെങ്കിലോ ഇവിടെ എല്ലാ സ്ഥലത്തും ഞാൻ മാറ്റേണ്ടി വരും. പക്ഷേ അതേസമയം ഞാൻ വേരിയബിൾസ് ഉപയോഗിച്ച് ചെയ്തെങ്കിലോ, ഇപ്പോൾ വേരിയബിൾ എന്ന് പറയുമ്പോൾ ഞാൻ ഇൻറ്റ് പിൻ ഈക്വൽ 13 സെമിക്കോളൻ ഇങ്ങനെ ചെയ്തു. അപ്പോൾ എനിക്ക് എവിടെ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഈ 13 എന്നുള്ള സ്ഥലത്ത് പിന്നാക്കണം. എല്ലാ 13 സ്ഥലത്തും പിന്ന് തുടക്കമേ ചെയ്തു പോകുമ്പോൾ വേരിയബിൾ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പിന്നാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഈ പിൻ 13 മാറ്റിയിട്ട് 12 ആക്കണം. അപ്പോൾ ഞാൻ എവിടെ മാത്രം മാറ്റിയാൽ മതി? ഇവിടെ മാത്രം മാറ്റാം 12. അപ്പോൾ ഈ പിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്തായിരിക്കും വാല്യൂ ഉണ്ടാവുക? 12. ഓക്കെ, ഇവിടെ എന്തായിരിക്കും? 12. ഇവിടെയും 12, അതായത് 12. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്. ആൻഡ് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് 2-3 ടൈപ്പ് ഉണ്ട്. ഒന്ന് മറ്റേ ഡാറ്റ അനുസരിച്ച്, ഇപ്പോൾ ഇതിൽ ഞാൻ ഇൻറ്റിജർ എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ 12.5 ഇത് പിൻ നമ്പർ അല്ല, വേറെ ആവശ്യത്തിന് ഞാൻ ഉപയോഗിക്കുകയാണ്. 12.5. അപ്പോൾ എനിക്ക് ഇൻറ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം അതൊരു ഇൻറ്റിജർ അല്ല, അതെന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടാണ്. ഇത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ. അപ്പോൾ ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് ഡാറ്റ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു വേരിയബിളിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യാം. ഓക്കെ, ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ നെയിം കൊടുത്ത് അങ്ങനെ സ്റ്റോർ ചെയ്യാം. ഓക്കെ, ഇനി വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വേരിയബിൾ ഡിക്ലറേഷൻ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഗ്ലോബൽ വേരിയബിൾ, പിന്നെ ലോക്കൽ വേരിയബിൾ. ഓക്കെ, ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്ക്, ഞാൻ ഈ കോഡിൻ്റെ ഏറ്റവും ടോപ്പിൽ കൊണ്ടുവന്നിട്ടാണ് ഇത് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് ഈ പിൻ എന്ന് പറയുന്നത് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ 13 ആയിരിക്കും എൻ്റെ വാല്യൂ, ഇവിടെ എന്താണ് 13 ആയിരിക്കും എൻ്റെ വാല്യൂ, ഇവിടെയും 13 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്കിത് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതാണ് ഗ്ലോബൽ വേരിയബിൾ ഡിക്ലറേഷൻ ഏറ്റവും ടോപ്പിൽ. അതേസമയം ഞാൻ ഇത് കൊണ്ടുവന്നിട്ട് ഇവിടെ ആണ് ഞാൻ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെങ്കിൽ അത് എറർ ആയിരിക്കും. കാരണം അത് ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ താഴെയില്ലേ ആ ഒരു ഭാഗത്തേ വർക്ക് ചെയ്യുള്ളൂ, അതായത് ഇവിടെ മാത്രം. അല്ലാണ്ട് ഇവിടെ വയ്ക്കൊന്നും അത് കിട്ടില്ല. ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഈ പിന്നിൻ്റെ ആ വേരിയബിൾ നമുക്ക് അവൈലബിൾ ആയിരിക്കുക ഇവിടം വരെ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്ക്, പിൻ വാസ് നോട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. കാരണം എന്താ, നമ്മളത് ഡിക്ലെയർ ചെയ്തേക്കുന്നത് ഈ വോയിഡ് സെറ്റപ്പിൻ്റെ അകത്താണ്. അപ്പോൾ അത് വോയിഡ് ലൂപ്പിൻ്റെ അകത്ത് കിട്ടില്ല. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസിങ് അതിൻ്റെ ഇടയിലേ അത് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ ഞാൻ ഓൾറെഡി കാണിച്ചത് നമുക്ക് എറർ വന്നു അല്ലേ. അപ്പോൾ നമ്മളത് ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ വന്നിട്ട് ഇൻറ്റ് പിൻ ഈക്വൽ 13. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ ഈ സാധനം ഈ വോയിഡ് ലൂപ്പിൻ്റെ അകത്തെ വാലിഡ് ആയിട്ടുള്ളൂ ഈ പിന്ന്. അപ്പോൾ നമുക്ക് ഇവിടെയും ഒരു പിന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എറർ കാണിക്കില്ല. ഇവിടെ ഇപ്പോൾ നോക്കി, എറർ ഒന്നും കാണിക്കുന്നില്ല അല്ലേ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ ഇൻറ്റ് ഉണ്ടല്ലോ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടില്ലേ, അത് അങ്ങ് കളയാൻ പോവാം. ഇപ്പോൾ ഇവിടെയാണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്, പക്ഷേ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും എന്ത് പറ്റും, എറർ വരും. കാരണം ഇവിടെ ഞാൻ ലോക്കലിയാണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് താഴേക്ക് ഇത് അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ, ഇതിന് താഴെ എറർ വരില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിനെ പറയും ഗ്ലോബലി ഡിക്ലെയർ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഇവിടെയും കിട്ടും ഉപയോഗിക്കാം, ഇവിടെ ഉപയോഗിക്കാം, എല്ലാ സ്ഥലത്തും വാലിഡ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഇതും കളയാണ്. ഇപ്പോൾ നോക്കി എറർ വന്നില്ല, കോഡ് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെ നോക്ക്, ഞാൻ ഇവിടെ മാത്രമേ 13 എന്ന് കൊടുത്തിട്ടുള്ളൂ, പക്ഷേ 13 കണക്ട് ചെയ്തേക്കുന്ന LED കറക്റ്റായിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ, ഇവിടെ എല്ലാം പിന്നാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെഷനിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസും പിന്നെ അത് വെച്ച് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും സീരിയൽ കമ്മ്യൂണിക്കേഷനും ഇത്രയും കാര്യങ്ങൾ എന്താ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.
ഓക്കെ, സീരിയൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് നമുക്ക് സീരിയൽ മോണിറ്ററിൽ എങ്ങനെ പ്രിൻറ്റ് ചെയ്യാം ആ കാര്യങ്ങൾ. അപ്പോൾ അതിൽ നമുക്ക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എങ്ങനെ ചെയ്യാം, ഡിഫറെൻറ്റ് ടൈപ്പ് വേരിയബിൾസ് എങ്ങനെ യൂസ് ചെയ്യാം, ഈ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.